3 മാസമായി കുടിവെള്ളം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി കോളനി നിവാസികൾ. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് കോളനി നിവാസികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പോലീസുമായുണ്ടായ വാക്കേറ്റത്തിനും മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനും ഒടുവിൽ പഞ്ചായത്ത് അധികൃതർ ചർച്ചയ്ക്ക് വഴങ്ങി. കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായുള്ള കാത്തിരിപ്പ് 3 മാസം പിന്നിട്ടതോടെയാണ് പൂപ്പാറ സീറോ ലാൻഡ് കോളനി നിവാസികൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. എസ്റ്റേറ്റ് പൂപ്പാറ 12, 13 വാർഡുകളിലെ 45ഓളം കുടുംബങ്ങൾ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധം ശക്തമായി. രാഷ്ട്രീയം വേണ്ട, കുടിക്കാൻ വെള്ളം മതിയെന്ന മുദ്രാവാക്യങ്ങളുമായാണ് ജനങ്ങൾ നിലയുറപ്പിച്ചത്. മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ പഞ്ചായത്ത് അധികൃതർ സമരക്കാരുമായി ചർച്ച നടത്തി. മതികെട്ടാൻചോല കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വിതരണം നടത്തുന്ന ഓപ്പറേറ്റർമാർ തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ജൂലൈ 1 ഗുണഭോക്തൃ സമിതിയുടെയും ഓപ്പറേറ്റർമാരുടെയും യോഗം വിളിക്കാനും പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ പുതിയ ഓപ്പറേറ്റർമാരെ നിയമിക്കാനും തീരുമാനിച്ചു. അതുവരെ താൽക്കാലികമായി മറ്റൊരാളെ ചുമതലപ്പെടുത്തി സബ് ടാങ്കിലേക്ക് വെള്ളമെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ വെള്ളം വരുന്നുണ്ട്, വെള്ളത്തിന്റെ കുറവില്ല ഇവർക്ക് ലഭിക്കുന്നത് വേണ്ടിയിട്ട്. അപ്പൊ ഏത് പ്രദേശത്ത് മെയിൻ ടാങ്കിൽ വന്ന് ചാടിയിട്ട് 3 സെന്റ് കോളനിയിലെ സബ് ടാങ്കിലേക്ക് വെള്ളം ചാടിച്ചിട്ടാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മെയിൻ ടാങ്ക് നിറഞ്ഞു വെള്ളം പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഒരാളെ ഏർപ്പാടാക്കി മെയിൻ ടാങ്കിൽ നിന്ന് 3 സെന്റ് കോളനിയുടെ ടാങ്കിലേക്ക് വെള്ളം തുറന്നു വിടാനും 2 ദിവസത്തിനുള്ളിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിൽ കേട്ട് പരിഹരിക്കാനുമാണ് തീരുമാനം. പഞ്ചായത്തിന്റെ ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും ജൂലൈ 1 യോഗത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കോളനി നിവാസികൾ മുന്നറിയിപ്പ് നൽകി. വെള്ളം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരം ഉണ്ടാക്കും. ഇപ്പോൾ നടത്തുന്ന പോലെ അല്ല സമരം അടുത്തുണ്ടാകുന്നത്. ഉണ്ടാകുമ്പോ പറയാം. ഞങ്ങൾ ഒരിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് പണിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണതേ. 2 ദിവസം ആഹാരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു നേരം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. 3 മാസമായി തുടരുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ജൂലൈ 1 ചർച്ചയുടെ ഫലമാണ് സീറോ ലാൻഡ് കോളനിയിലെ സമരത്തിന്റെ തുടർഗതി നിർണ്ണയിക്കുക. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മായം കലരാത്ത സ്നേഹം, മനം നിറഞ്ഞ ആരോഗ്യം. പ്രായത്തെ ജയിക്കാൻ പ്രകൃതിയുടെ കൂട്ടുമായി ഡോക്ടർ ഫുഡിന്റെ ഡയറ്റ്ലെസ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.